BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോക്ക്, കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതിന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. GVHSS തൊടുപുഴയിലെ NSS യൂണിറ്റ് നടപ്പാക്കുന്ന അന്നദാനം മഹാദാനം പദ്ധതിയിലൂടെ തൊടുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ രോഗികളായി വരുന്നവർ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് വിശന്നിരിക്കുന്നവർ എന്നിവർക്ക് പൊതിച്ചോറ് നൽകി. കട്ടപ്പന നഗരസഭയിൽ സംയുക്ത ട്രാഫിക് കമ്മിറ്റി ചേർന്നു. കട്ടപ്പന ടൗണിലെ 1ാം ഘട്ട ട്രാഫിക് പരിഷ്കാരങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി അറിയിച്ചു. പഠനം കൂടുതൽ സ്മാർട്ടാക്കാൻ വലിയ തോവാള ക്രിസ്തുരാജ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. വഴിത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ 2026-27 അധ്യയന വർഷാരംഭ ചടങ്ങ് നടന്നു. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ കൗൺസിലർ ഡോക്ടർ ഫാദർ രാജേഷ് തോലാനിക്കൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതിന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. നിർമ്മാണം ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിയുടെ വീഴ്ചയാണ് നടപടികൾ മന്ദീഭവിക്കാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഉടുമ്പൻചോല താലൂക്ക് ആശുപത്രി, നെടുങ്കണ്ടത്ത് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആശുപത്രിയാണ്. ഇതിന്റെ കെട്ടിടം പൊളിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുകയാണ്. ആയിരക്കണക്കിന് രോഗികളാണ് പ്രതിദിനം ഈ ആശുപത്രിയിൽ എത്തുന്നത്. കാരണം തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ആലപ്പുഴ ജില്ലയേക്കാൾ വലുതാണ് ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ വലിപ്പം. അപ്പോൾ ഇത്രയും വിസ്തൃതമായ ഒരു മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രി പൊളിച്ചിട്ടിട്ട് 6 വർഷത്തിലേറെ ആയിരിക്കുകയാണ്. ഇപ്പോ
ആശുപത്രിയുടെ പ്രധാനപ്പെട്ട പല വിഭാഗങ്ങളും പ്രവർത്തനമില്ലാത്ത സ്ഥിതിവിശേഷമാണ്. ജനങ്ങൾ വീർപ്പുമുട്ടുന്നു. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സൌകര്യമില്ലാത്തതുകൊണ്ട് ഒന്നുകിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ദൂരസ്ഥലത്തേക്ക് പോകേണ്ട സ്ഥിതിവിശേഷമാണ്. കിഫ്ബി ഏറ്റെടുത്ത് പണിയുന്ന കെട്ടിടമാണ് ഇപ്പോൾ 52%, 54% മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് പൂർത്തീകരിക്കാത്തതുകൊണ്ട് അവിടുത്തെ തൊഴിലാളികൾ, സാധാരണക്കാർ ദൈനംദിനം ഈ ആശുപത്രിയിൽ എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണം. ഈ കെട്ടിടങ്ങളുടെ പണി ഉടൻ പൂർത്തീകരിക്കണം. അതോടൊപ്പം ഒരു ഫോറൻസിക് സർജനെ കൂടി പോസ്റ്റ് ചെയ്തുകൊണ്ട് അടിയന്തരമായി പോസ്റ്റ്മോർട്ടങ്ങൾ അവിടെ നടത്താനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇക്കാര്യത്തിൽ വളരെ സത്വരമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയെ ഉയർത്തുന്നതിന് 8 നിലകൾ വീതമുള്ള OP വിഭാഗത്തിനായി ഒരു കെട്ടിടവും അതുപോലെ കാഷ്വാലിറ്റി, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കെട്ടിടവും കിഫ്ബിയുടെ ധനസഹായത്തോടെ 149 കോടി രൂപ വകയിരുത്തി ഹൈറ്റ്നസ് എന്നൊരു ഏജൻസിയാണ് അന്ന് നിയോഗിച്ചത്. ഇത് 2019 മാഡം ഇതിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തിയുടെ ഭരണാനുമതിയും മറ്റു കാര്യങ്ങളെല്ലാം നൽകിയെങ്കിലും ഈ ഹൈറ്റ്നസ് എന്ന ഏജൻസി ആ നിർമ്മാണ കാര്യത്തിൽ കുറെ വീഴ്ച വരുത്തിയതിന്റെ ഫലമായിട്ടാണ് തുടർന്നുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം ഇക്കാര്യത്തിൽ എൻ്റെ ഓഫീസിൽ വന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രപ്പോസലും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ പെട്ടെന്ന് ആരംഭിച്ച് ആ കെട്ടിടം പൂർത്തീകരിക്കാനും ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കാനും ഗവൺമെന്റ് തീരുമാനിച്ചു. വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകുന്നത് ഈശ്വരനെ പൂജിക്കുന്നതിന് തുല്യമാകുന്നു എന്ന് കാണിച്ചു തരുന്ന GVHSS തൊടുപുഴയിലെ NSS വോളണ്ടിയേഴ്സ് സ്കൂളിലെ NSS യൂണിറ്റ് നടപ്പിലാക്കുന്ന അന്നദാനം മഹാദാനം പദ്ധതിയിലൂടെ തൊടുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ രോഗികളായി വരുന്നവർ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വിശന്നിരിക്കുന്നവർ ആഴ്ചയിൽ ഒരു ദിവസം പൊതിച്ചോറ് നൽകി വരുന്നു. ഇത് കൂടാതെ ഹൈറേഞ്ച് മേഖലയിലുള്ള കുഞ്ഞുങ്ങൾക്കായി നൈറ്റ് ഡ്രസ്സുകളും പഠനോപകരണങ്ങളും കുടകളും എല്ലാം സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ഈ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് NSS പ്രോഗ്രാം ഓഫീസർ റീന വർഗീസും പ്രിൻസിപ്പൽ വിനീത റേച്ചൽ ജോസഫ്, PTA പ്രസിഡന്റ് മുഹമ്മദ് സുൽത്താൻ എന്നിവരും അധ്യാപകരും രക്ഷിതാക്കളും കൂടെയുണ്ട്. ഹലോ ഗായ്സ്, നമ്മൾ NSSന്റെ ഭാഗമായിട്ട് പൊതിച്ചോറ് എടുക്കാൻ പോവാണ്. എന്നും വിടരാനാ എഴുതാപ്പുറങ്ങളിൽ പഴിവാക്കൊരായിരം തിരയരുതേ നിൻ കരളിതളോ മൃദുലം തരളം തുടരൂ നടനം. എല്ലാ ദാനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് അന്നദാനം. അന്നദാനം മഹാദാനം എന്ന ചൊല്ല് ഭാരതീയ സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. വിശക്കുന്നവന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകുന്നത് ഈശ്വരനെ പൂജിക്കുന്നതിന് തുല്യമാകുന്നു എന്ന് കാണിച്ചു തരികയാണ് GVHSS തൊടുപുഴയിലെ NSS വോളണ്ടിയേഴ്സ്. പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് NSS പ്രോഗ്രാം ഓഫീസർ റീന വർഗീസും പ്രിൻസിപ്പൽ വിനീത റേച്ചൽ ജോസഫും PTA പ്രസിഡന്റ് മുഹമ്മദ് സുൽത്താനും അധ്യാപകരും രക്ഷിതാക്കളും ഇവരുടെ ഒപ്പമുണ്ട്. തൊടുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ രോഗികളായി വരുന്നവർ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വിശന്നിരിക്കുന്നവർ എന്നിവർക്കാണ് ആഴ്ചയിൽ ഒരു ദിവസം പൊതിച്ചോറ് നൽകുന്നത്. ഇതുകൂടാതെ ഹൈറേഞ്ച് മേഖലയിലുള്ള കുഞ്ഞുങ്ങൾക്കായി നൈറ്റ് ഡ്രസ്സുകളും പഠനോപകരണങ്ങളും കുടകളുമെല്ലാം വോളണ്ടിയേഴ്സ് സമ്മാനിച്ചു കഴിഞ്ഞു. തന്റെ മക്കൾ നാടിനും വീടിനും സ്കൂളിനുമെല്ലാം മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് NSS പ്രോഗ്രാം ഓഫീസർ റീന വർഗീസ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന നഗരസഭയിൽ സംയുക്ത ട്രാഫിക് കമ്മിറ്റി ചേർന്നു. കട്ടപ്പന ടൗണിലെ 1ാം ഘട്ട ട്രാഫിക് പരിഷ്കാരങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി അറിയിച്ചു. കട്ടപ്പന നഗരത്തിലെ ട്രാഫിക് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് 1ാം ഘട്ട പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും യൂണിയനുകളുടെയും പ്രതിനിധികൾ, വ്യാപാരി
സമൂഹത്തിൻ്റെ പ്രതിനിധികൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ, മുനിസിപ്പാലിറ്റിയുടെ അധികൃതർ എന്നിവർ ചേർന്നുള്ള മീറ്റിംഗ് നടക്കുകയുണ്ടായി. ഒന്നാം ഘട്ടത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ തീരുമാനങ്ങൾ ഏകകണ്ഠമായി തന്നെ എടുക്കുകയുണ്ടായി. വെള്ളയാംകുടി കക്കാട്ടുകട റോഡ് പൂർണ്ണമായും പണി തീർന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് വണ്ടി തിരിച്ചുവിടുന്നതിന് ഇടുക്കി ഭാഗത്തു നിന്ന് ഏലപ്പാറ കോട്ടയം റൂട്ടിൽ പോകേണ്ട വണ്ടികൾ വെള്ളയാംകുടിയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി വെള്ളയാംകുടി സ്കൂളിനടുത്തായി ദിശ ബോർഡും, അതോടൊപ്പം തന്നെ ഏലപ്പാറയിൽ നിന്ന് വരുന്ന വണ്ടികൾ അതായത് ഇടുക്കി, തൊടുപുഴ, നെടുങ്കണ്ടം, ഇരട്ടയാർ എന്നീ ഭാഗങ്ങളിലേക്ക് പോകാവുന്ന വഴിയാണ് എന്ന് അറിയത്തക്ക നിലയിൽ കക്കാട്ടുകടയിലും ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു. ഇടുക്കി കവലയിൽ നിന്നും ടൗണിലേക്കുള്ള റോഡിൽ ബൈപ്പാസിലേക്ക് റൈറ്റ് ടേൺ അനുവദിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ബൈപ്പാസിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറിയാൽ അവിടെയും റൈറ്റ് ടേൺ അനുവദിക്കുകയില്ല. അശോക കവലയുടെ താഴെയുള്ള സീബ്ര ലൈൻ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു. നിലവിലുള്ള സീബ്ര ലൈനുകൾ തെളിക്കുന്നതിനും കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് താഴേക്കുള്ള ഭാഗത്തും സ്കൂൾ കവലയിലും പുതിയ സീബ്ര ലൈൻ വരയ്ക്കുന്നതിനും തീരുമാനിച്ചു. പള്ളിക്കവലയിലെ ബസ് സ്റ്റോപ്പ് GST ഓഫീസിന് ഫ്രണ്ടിലേക്കും സെൻട്രൽ ജംഗ്ഷനിൽ ഉള്ള ബസ് സ്റ്റോപ്പ് കൊല്ലംകുടി ബിൽഡിങ്ങിന്റെ ഭാഗത്തേക്കും ഇടുക്കിക്കവല ഭാഗത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോകുന്ന റോഡ് ബസ്സിൽ കയറുന്നതിനുള്ള ബസ് സ്റ്റോപ്പ് നിലവിലുള്ള സ്ഥലത്ത് നിന്നും 50 മീറ്റർ കൂടി മുമ്പോട്ട് മാറ്റിയും ഏലപ്പാറ റോഡിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ ഇപ്പം നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മുൻപിലേക്ക് 50 മീറ്റർ മാറ്റിയും സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു. എടശ്ശേരി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് മുൻഭാഗത്തേക്ക് മാറ്റുന്നതാണ്. ഗുരുമന്ദിരം ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് പുറകിലേക്ക് മാറ്റി ഹൗസിംഗ് ബോർഡിന്റെയും KGS ബിൽഡിങ്ങിന്റെയും ഇടയ്ക്കുള്ള ഭാഗത്ത് അവിടെ പുതിയ ബസ് സ്റ്റോപ്പ് വരുന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷനിലുള്ള ആ ബസ് സ്റ്റോപ്പ് പൂർണ്ണമായും ഒഴിവാക്കും. ടൗൺ ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയിൽ കയറേണ്ടവർ പുതിയതായിട്ട് വെക്കുന്ന ബസ് സ്റ്റോപ്പിലേക്കും പള്ളിക്കാല വഴി പോകുന്ന ബസ്സിൽ കയറേണ്ട ആളുകൾ CSI പള്ളിയുടെ ഭാഗത്തേക്കും മാറി നിൽക്കേണ്ടതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഇടുക്കിക്കവല ജംഗ്ഷൻ മുതൽ മുസ്ലിം പള്ളി വരെയുള്ള ഭാഗത്തെയും അശോക ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗത്തും റോഡിന്റെ പുറംപോക്കിൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്നതിനോ തടസ്സമായി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റുന്നതിന് തീരുമാനിച്ചു. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്നും ഇപ്പോൾ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നെടുങ്കണ്ടം കുമളി ബസ്സുകൾ ആ റോഡിൽ കൂടി ഈ തീരുമാനം നടപ്പാക്കുന്ന ദിവസം മുതൽ പോകുന്നില്ല. അതിന് പകരമായി ആ നെടുങ്കണ്ടം കുമളി റൂട്ടിലേക്കുള്ള ബസ്സുകൾ മുനിസിപ്പൽ റോഡ് വഴി കയറി സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് താഴേക്ക് തിരിഞ്ഞായിരിക്കും അവർ പോകുന്നത്. അതോടൊപ്പം തന്നെ എറണാകുളം തൊടുപുഴ റൂട്ടിലേക്കുള്ള ബസ്സുകൾ പള്ളിക്കവലയിൽ ചെന്ന് ബൈപ്പാസ് വഴി ഇടുക്കിക്കവലയിൽ കയറിയുമായിരിക്കും പോകുന്നത്. TV ജംഗ്ഷൻ, ട്രഷറി ജംഗ്ഷൻ റോഡ് വൺ വേ ആക്കി മാറ്റുന്നതിന് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത്രയും തീരുമാനങ്ങളാണ് ജൂലൈ 30 മുമ്പ് നടപ്പാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ. ഇവയൊക്കെയാണ് ഈ തീരുമാനങ്ങൾ ഐക്യകണ്ഠേന ആണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് പോലീസ് അധികാരികളുടെ സാന്നിധ്യം കൂടി നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിലുണ്ടായിരുന്നു. അവർ അക്കാര്യത്തിൽ മുൻകൈ എടുത്ത് ഈ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന്, അതായത് ഓഗസ്റ്റ് 1 മുതൽ ഈ തീരുമാനങ്ങൾ നടപ്പിൽ വരുന്നതാണ്. അതിന് മുമ്പ് ചെയ്യേണ്ട പ്രാഥമികമായ നടപടികളൊക്കെ അതിനു മുമ്പ് ചെയ്തു തീർത്ത് ഓഗസ്റ്റ് 1 മുതൽ ഈ തീരുമാനം. പഠനം കൂടുതൽ സ്മാർട്ടാക്കാൻ വലിയത്തോവാള ക്രിസ്തുരാജ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. പുതിയ അധ്യയന വർഷത്തിലെ PTA ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഓരോ അറിവും കുട്ടികൾക്ക് കൂടുതൽ അനുഭവവേദ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ കാര്യത്തിലും എത്രയധികം മുന്നിലാണെന്നുള്ളത്. നമ്മുടെ നാടിന്റെ ഒരു
വെളിച്ചം തന്നെയാണ് നമ്മുടെ ക്രിസ്തുരാജ് സ്കൂളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാ സഹകരണവും പിന്തുണയും നേടിക്കൊണ്ട് പുതിയതായി വരുന്ന PTA കമ്മിറ്റിക്കും നല്ല രീതിയിൽ നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് എല്ലാവർക്കും മാതൃകയായി എല്ലാവരോടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും വൈറ്റ് ബോർഡുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്കും തുടക്കമായി. പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കാക്കലിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് C. അനിത SH, PTA സെക്രട്ടറി C. ആൻജോ SH, PTA പ്രസിഡന്റ് എബിൻ കൊച്ചുപുരയ്ക്കൽ, മിനിമോൾ തോമസ് എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് റിട്ടയർഡ് അധ്യാപകൻ ബിജു വടക്കേക്കുന്നിൽ നയിച്ചു. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന പദ്ധതിയുടെയും വേസ്റ്റ് ഈസ് വെൽത്ത് പദ്ധതിയുടെയും ഉദ്ഘാടനവും നടന്നു. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. സർഗധാര എന്ന ഈ കയ്യെഴുത്ത് മാസികയുടെ സൃഷ്ടിയിൽ സഹകരിച്ച എല്ലാ മാതാപിതാക്കൾക്കും ഏറെ നന്ദി പറയുന്നു. പുതിയ PTA പ്രസിഡന്റായി വേണു തോമസ് ഇടയാടി, MPTA പ്രസിഡന്റായി ആതിര മോഹനൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇസ്ബീറോ നെടുങ്കണ്ടം. വഴുത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ 2026-27 അധ്യയന വർഷാരംഭ ചടങ്ങ് നടന്നു. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ കൗൺസിലർ ഡോക്ടർ ഫാദർ രാജേഷ് തോലാനിക്കൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വഴുത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസസിന്റെ 2026-2027 അധ്യയന വർഷാരംഭ ചടങ്ങ് ഹൃദയാരംഭം 2026-2027 എന്ന പേരിൽ ചാവറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. ചടങ്ങ് കാർമൽ പ്രൊവിൻസ് മൂവാറ്റുപുഴയിലെ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ കൗൺസിലർ ഡോക്ടർ ഫാദർ രാജേഷ് തോലാനിക്കൽ CMI ഉദ്ഘാടനം ചെയ്തു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളോട് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചു. റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് നൽകി. കോളേജ് മാനേജർ ഫാദർ ജോസ് കുര്യൻ CMI, പ്രിൻസിപ്പൽ ഫാദർ ജിൻസോ ജോർജ് CMI, ബർസർ ഫാദർ സനിത് J. വിച്ചാട്ട് CMI, IQAC കോർഡിനേറ്റർ ഡോക്ടർ സിഗ്മ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. 300ഓളം ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങിൽ പുതിയ വിദ്യാർത്ഥികൾക്കുള്ള ഓറിയന്റേഷനും കലാപരിപാടികളും നടന്നു. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇസ്ബീറോ വഴുത്തല. കട്ടപ്പന റോട്ടറി ക്ലബിന്റെ 2026-27 പ്രവർത്തന വർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടനം കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ നടന്നു. കട്ടപ്പന റോട്ടറി ക്ലബ്ബ് സെന്റ് ജോൺസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഡയാലിസിസ് കിറ്റുകളുടെ വിതരണമാണ് നടന്നത്. സെന്റ് ജോൺസ് ഡയറക്ടർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന റോട്ടറി ക്ലബ്ബ് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യമായി അർഹരായ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഒരു വർഷത്തെ വിതരണ ഉദ്ഘാടനമാണ് സെന്റ് ജോൺസ് ആശുപത്രിയിൽ സംഘടിപ്പിച്ചത്. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം സെന്റ് ജോൺസ് ഡയറക്ടർ ബൈജു വാലുപറമ്പിൽ നിർവഹിച്ചു. ഒരു തവണ അല്ലെങ്കിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണയൊക്കെ ഡയാലിസിസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു തവണ വരുമ്പോഴത്തേന് ഹോസ്പിറ്റലിൽ ഇഷ്ടപ്പെടാതെ വരുമ്പോഴത്തേന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് നമ്മൾ നേരിടുന്നത്. പക്ഷേ ഈ പേഷ്യൻസിൻ്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് ആഴ്ചയിൽ 2-3 തവണ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്തേലും ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അവരുടെ ഈ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ടൈം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഫിനാൻഷ്യലായിട്ട് അവർക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു മനസാന്നിധ്യവും മാനസിക ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ നേരിടാനായിട്ട് പറ്റുള്ളൂ. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3205 ഭാഗമായ കട്ടപ്പന റോട്ടറി ക്ലബ്ബ് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യമായി അർഹരായ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ നൽകി വരുന്ന പദ്ധതിയിലൂടെ സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ നിർധനരായ രോഗികൾക്ക് ഇനി മുതൽ ലഭ്യമാണ്. ഡയാലിസിസിനാവശ്യമായ എല്ലാ അനുബന്ധ ഉപകരണങ്ങളും അടങ്ങുന്നതാണ് ഈ കിറ്റ്. ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് റോട്ടറി വർഷം. ഉദ്ഘാടന യോഗത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സിബിച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് മുൻ ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് കിറ്റുകൾ ആശുപത്രി അധികൃതർക്ക് കൈമാറി. അസിസ്റ്റന്റ് ഗവർണർ മനോജ് അഗസ്റ്റിൻ, പ്രോജക്ട് കോർഡിനേറ്റർ ഫാദർ ജെയിംസ് കുര്യൻ, ജേക്കബ് കോര, റോട്ടറി സെക്രട്ടറി ജോസഫ് ജോൺ ജോസഫ്, തോമസ്, അജോ എബ്രഹാം, സിബിച്ചൻ ജോസഫ്, ബേബി ജോസഫ്, ജോസഫ് ജോൺ എന്നിവർ സംസാരിച്ചു. ഇസ്ബീറോ ഇടുക്കി.
വനസമ്പത്ത് നിലനിർത്തേണ്ടതിൻ്റെയും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെയും അനിവാര്യത ഓർമ്മിപ്പിച്ചുകൊണ്ട് പെരിയാർ ടൈഗർ റിസർവിൽ ഈ വർഷത്തെ വനമഹോത്സവ വാരത്തിന് തുടക്കമായി. ജൂലൈ 7 വരെയാണ് വനമഹോത്സവ വാരാചരണം. പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സാജു പി ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും മുളത്തൈ നടിയിൽ കർമ്മവും നിർവഹിച്ചു. PTCF ഗവേണിംഗ് ബോർഡ് അംഗം ഷാജി കുരിശുമൂട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തേക്കടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫ്രാൻസിസ് എം യോഹനാൻ സ്വാഗതം ആശംസിച്ചു. റിസർച്ച് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മനോജ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. തേക്കടി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രേംജിത്ത് ലാൽ, PTCF കൺസർവേഷൻ ബയോളജിസ്റ്റ് രമേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTCF അസിസ്റ്റന്റ് നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ സുനിൽ CG നന്ദി പറഞ്ഞു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSc കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവടു ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്.
കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. താഴുകൾക്കായി എക്സ്ക്ലൂസീവ് ശേഖരവുമായി തൊടുപുഴയിൽ ദ ലോക്ക് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ഭവനത്തിനാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താഴുകൾ. അതുകൊണ്ട് തന്നെ താഴുകളുടെ വിപുലമായ ശേഖരമൊരുക്കുകയാണ് സിംപ്ലെക്സ് ഹോം സൊല്യൂഷൻ. ആർക്കിടെക്ചറൽ ഹാർഡ്വെയർ, ഇലക്ട്രോണിക് ലോക്സ്, മോഡ്യുലർ കിച്ചൺസ്, പ്ലൈവുഡ്സ്, ലാമിനേറ്റ്സ്, മൈക്ക, WPC, PVC ബോർഡുകൾ, മൾട്ടിവുഡ്, CCTV ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റംസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ദ ലോക്ക് സ്റ്റുഡിയോ, ജീസസ് ടവർ, മുതലക്കോടം. ഫോൺ 9947973577. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും സമീകൃത ആഹാരമാണ് യോഗ എന്ന് മന്ദം കൃഷ്ണദാസ്. പറവൂർ സായി സമിതി പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ ദിനാചരണയുടെ ഭാഗമാക്കിയാൽ ആശുപത്രിയിൽ പോകേണ്ടി വരില്ല, എന്നിട്ടും നാം ആശുപത്രി കിടക്കയിലേക്ക് എത്തിയതിനു ശേഷമാണ് യോഗയെപ്പറ്റി ചിന്തിക്കുന്നതും ഇതിന് മാറ്റം വന്നേ തീരുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണത്തെ യോഗയുടെ നമ്മുടെ മെസ്സേജ് ആരോഗ്യമുള്ള വാർദ്ധക്യത്തിൽ നമുക്ക് പരമാവധി ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കുറേ നാളുകളെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ സമിതിയുടെ ഒരു യോഗ ക്ലാസ് വേണം. ഞാനിങ്ങനെ കുറച്ച് ക്ലാസ്സിൻ്റെ തിരക്കായിരുന്നു. ഞാൻ പതഞ്ജലി കോളേജ് ഓഫ് യോഗയിൽ യോഗ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 7 വർഷമായി ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനും ശരത്ചന്ദ്ര ചേട്ടനൊക്കെ ക്ലാസ്മേറ്റ്സാണ് അവിടുത്തെ. ചേട്ടനും അപ്പോൾ മുതലുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആയുഷിൻ്റെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ എക്സാമിനേഷൻ എഴുതി. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം സ്കൂളിലെ മുൻ അധ്യാപകനും ഇപ്പോൾ കല്ലറ സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകനും കലാകാരനുമായ കുര്യാക്കോസ് മാത്യു നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കേക്കണ്ടങ്ങരി അധ്യക്ഷത വഹിച്ചു. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കേക്കണ്ടങ്കരിയുടെ അധ്യക്ഷതയിൽ സ്കൂളിലെ മുൻ അധ്യാപകനും ഇപ്പോൾ കല്ലറ സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകനും കലാകാരനുമായ കുര്യാക്കോസ് മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിദ്യാർത്ഥി അവന്റെ ഓർമ്മകളിലൂടെയും ചരിത്രത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവന്റെ മാതൃവിദ്യാലയം എന്നും അവന് ഹൃദയത്തിന്റെ ഉള്ളിലെ മറക്കാനാവാത്ത വികാരമാണെന്നും സ്നേഹബന്ധങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും അവന്റെ സ്വത്വത്തെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണെന്നും ഉദ്ഘാടന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ നമിത, PTA പ്രസിഡന്റ് ജോസ് കളരിക്കൽ, MPTA പ്രസിഡന്റ് മേരി ജെൻസി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ റിജോ ജോസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ സീജ, സ്റ്റാഫ് സെക്രട്ടറി ജിനോ തോമസ്, വിദ്യാരംഗം അസിസ്റ്റന്റ് കോർഡിനേറ്റർ സിസ്റ്റർ ഭാഗ്യ,
അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായത്തിനുള്ള സ്ഥിരം പദ്ധതിക്ക് അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മയും അണക്കര അൽഫോൻസ് ആശുപത്രിയും ചേർന്ന് തുടക്കം കുറിച്ചു. ആശുപത്രിയിലും അതോടൊപ്പം മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിലും സ്ഥാപിക്കുന്ന ചാരിറ്റി ബോക്സുകളിലൂടെ സമാഹരിക്കുന്ന തുക അർഹരായ രോഗികൾക്ക് ഡയാലിസിസ് സഹായവുമായി നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൃക്ക സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് വലയുന്ന നിരവധി ആളുകൾക്ക് ആശ്വാസമേവുക എന്ന ലക്ഷ്യത്തോടെയാണ് അണക്കര അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മയും അൽഫോൻസ ആശുപത്രിയും സംയുക്തമായി ഡയാലിസിസ് രോഗികൾക്ക് ഒരു കൈത്താങ് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതനുസരിച്ച് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്ന അർഹരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കും. ഇതിനായി ആശുപത്രികളിലും മറ്റ് സ്ഥാപനങ്ങളിലും സന്നദ്ധ സംഘടനകളിലും ചാരിറ്റി ബോക്സ് സ്ഥാപിച്ചുകൊണ്ട് ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം രോഗികൾക്ക് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന് ഡയാലിസിസ് രോഗികൾക്കായിട്ടൊരു പദ്ധതി ഉണ്ട്. നിലവിൽ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് 1,40,000 രൂപ ആ വകയിൽ ചിലവായിട്ടുണ്ട്. അതിൽ ആൾക്കാർക്ക് കൊടുക്കാനുമുണ്ട്. അത് നമ്മൾ നേരത്തെ നമ്മുടെ ഹോസ്പിറ്റലിലെ അക്കൗണ്ടിലേക്കായിരുന്നു വെച്ചിരുന്നത്. ഇപ്പം രോഗികൾക്ക് നേരിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫണ്ട് കഴിഞ്ഞ ലാസ്റ്റ് ഗഡു നമുക്ക് കിട്ടാതെ വന്നതുകൊണ്ട് അത് പെൻഡിങ് ആയി കിടപ്പുണ്ട്, സ്പിൽ ഓവറിലായിട്ടുണ്ട്. നമ്മളത് ചെയ്തു വിട്ടിട്ടുണ്ട്. ഈ അടുത്ത ഫണ്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് തന്നെ അത് ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. കൂട്ടായ്മ രക്ഷാധികാരി ഡേവിസ് തോമസ് അധ്യക്ഷനായി. രക്ഷാധികാരി ബാബു സുരഭി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാൻ ജോസഫ്, ജയമോൾ സാബു, അശ്വതി കെ എ, മനോജ് തമ്പി, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അൻസ, കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ, വിവിധ സംഘടനാ ഭാരവാഹികളായ സാംകുട്ടി മാക്കൽ, ഷിബു തോമസ്, റെജി മാത്യു നരിമറ്റം, ജോസഫ് പുതുമന, സോവിൻ ആക്കിലേട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച് ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ആശുപത്രിയിലെ ഡോക്ടർമാരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഡോക്ടർക്കുള്ള IMA കേരള സ്റ്റേറ്റ് ഡോക്ടേഴ്സ് ഡേ അവാർഡ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഡോക്ടർ ലിസ തോമസിന് സമ്മാനിച്ചു. IMA കോതമംഗലം ബ്രാഞ്ച് പ്രസിഡന്റും കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധയുമാണ് ഡോക്ടർ ലിസ തോമസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതിന് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. GVHSS തൊടുപുഴയിലെ NSS യൂണിറ്റ് നടപ്പാക്കുന്ന അന്നദാനം മഹാദാനം പദ്ധതിയിലൂടെ തൊടുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ രോഗികളായി വരുന്നവർ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് വിശന്നിരിക്കുന്നവർ എന്നിവർക്ക് പൊതിച്ചോറ് നൽകി. കട്ടപ്പന നഗരസഭയിൽ സംയുക്ത ട്രാഫിക് കമ്മിറ്റി ചേർന്നു. കട്ടപ്പന ടൗണിലെ 1ാം ഘട്ട ട്രാഫിക് പരിഷ്കാരങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി അറിയിച്ചു. പഠനം കൂടുതൽ സ്മാർട്ടാക്കാൻ വലിയ തോവാള ക്രിസ്തുരാജ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. വഴിത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ 2026-27 അധ്യയന വർഷാരംഭ ചടങ്ങ് നടന്നു. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയ കൗൺസിലർ ഡോക്ടർ ഫാദർ രാജേഷ് തോലാനിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.